വിഗരീയസി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഭാരത സംസ്കാരം. മഹത്തായ നമ്മുടെ സംസ്കാരത്തെ നാം നഷ്ടപ്പെടുത്തുന്നു. അമ്മ എന്നത് വെറും രണ്ടക്ഷരമോ ഒരു വാക്കോ അല്ല എന്ന് തിരിച്ചറിയുക. വള്ളത്തോളിന്റെ വരികൾ കടമെടുത്താൽ തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിനിളം പിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അതെ, ഓരോ കുഞ്ഞു ചുണ്ടുകളിലും ആദ്യം ഉതിരുന്നത് അമ്മ എന്ന പദമാണ്. പ്രപഞ്ചത്തിൽ അമ്മയോളം വലിയ ഒരു പോരാളില്ല എന്ന് നാം തിരിച്ചറിയണം. വയറ്റിൽ ജീവന്റെ തുടിപ്പ് ആരംഭിക്കുമ്പോൾ മുതൽ സ്വന്തം സുഖം മറന്ന് ഒരു ജന്മം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാണ് ഓരോ അമ്മമാരും. പതിപ്പിച്ച കൂടാരം നിലാവിന്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കണ്ട് നേരാറിഞ്ഞ് നീ വളര് നിൻവഴിയേ രാമകരൻ കാവലുണ്ടേ എന്നെ കണ്ണു തന്നാരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ഒരേ ഒരു ദൈവം, അതാണ് അമ്മ. ലോകം വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ സുഖം അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടും എന്നറിയുക. അതിന് ശ്രമിക്കുക. അമ്മയുടെ സ്നേഹലാളനകൾ കൊതിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്ന മക്കൾ ഇന്നതിൽ അസ്വസ്ഥരാകുന്നുവോ? ഇത്തരത്തിൽ നാം മാറാൻ എന്റെ കാലം. ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാടതാ സ്വപ്നത്തിൻ ചെന്നെത്താൻ ചിറകാവുന്ന പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കള വഴിയോരം തിരിയാവാം ഞാൻ.
സ്വന്തം ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നവളാണ് അമ്മ. ആ അമ്മയെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഓരോ മക്കളുടെയും കടമയാണ്. അമ്മ, എത്ര മനോഹരമായ പദം! ഭൂമിയിൽ എല്ലായിടത്തും എത്തിച്ചേരാനാവില്ലെന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോഴാണത്രേ അമ്മമാരുണ്ടായത്. അതെ, പെറ്റമ്മയെ അല്ലാതെ മറ്റാരെയാണ് നാം കൺകണ്ട ദൈവം എന്ന് വിളിക്കുക? എല്ലാ തെറ്റുകളും പൊറുക്കുന്ന